ഹലോ എവ്രി വൺ, ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്ലാസിക് ഓൾ ടൈം ഫേവറേറ്റ് ഡെസേർട്ടാണ് വാനില കേക്ക്. ഒരു ഈസിയും ഡെലിഷ്യസും റെസിപ്പിയാണ്, പെർഫെക്റ്റ് ഫോർ എനി ഒക്കേഷൻ. ഒരു മിക്സി ജാറിൽ 2 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2/3 കപ്പ് പൗഡർ ഷുഗർ ഇട്ടൊന്ന് 1 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. ഇനി ഒരു സെപ്പറേറ്റ് ബൗളിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ സീവ് ചെയ്ത് എടുക്കണം. 2-3 തവണയും സീവ് ചെയ്ത് എടുക്കണം. സീവ് ചെയ്യുന്നത് പ്രോപ്പർ എയറേഷന് വേണ്ടിയാണ്. എഗ് ഷുഗർ മിക്സ്ചർ ഒരു ബൗളിലേക്ക് ഒഴിച്ച് അതിലേക്ക് നമ്മൾ സീവ് ചെയ്ത മിക്സ്ചർ 1/3 എടുത്ത് ഒരു ഡയറക്ഷനിൽ മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ വേണം പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഈ ഒരു സ്റ്റേജിൽ 1/4 കപ്പ് ചെറിയ ചൂട് പാല് മിക്സ് ചെയ്ത് കൊടുക്കണം. പാല് ചേർത്ത് കഴിഞ്ഞാൽ ബാറ്റർ സ്മൂത്ത് ആകും, കേക്കിന് ഒരു സോഫ്റ്റ് ടെക്സ്ചറും കിട്ടും. ഇനി നമ്മുടെ കയ്യിൽ ബാലൻസ് ഇരിക്കുന്ന ഫ്ലോർ മിക്സ്ചർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്യാൻ. എൻഡ് പ്രോഡക്റ്റ് ഇതുപോലെ ഒരു റിബൺ ഫോമിൽ വേണം ആയി വരാൻ. ഒരു ബൗളിൽ ആവശ്യമുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മൈദ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദ മിക്സ് ചെയ്യുന്നത് കേക്കിൽ പിടിച്ചിരിക്കാനാണ്. ഇത് നമുക്ക് കേക്ക് ബാറ്ററിൽ ഇട്ട് ജെൻറ്റലായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ മൈക്രോവേവ് അവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് എല്ലാ സൈഡും എണ്ണ പുരട്ടി കൊടുത്ത് ബേക്കിംഗ് പേപ്പർ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പേപ്പറിൻ്റെ മുകളിലും ചെറുതായിട്ട് എണ്ണ പുരട്ടി കൊടുക്കണം. ഇപ്പോൾ കേക്ക് ബാറ്റർ ബേക്കിംഗ് ട്രേയിൽ പതുക്കെ പോർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾ ഉണ്ടെങ്കിൽ പോകാനാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ച് കാഷ്യൂ ഇട്ടിട്ടുണ്ട്. പ്രീ ഹീറ്റഡ് അവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25-30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യുക. ബേക്കിംഗ് കഴിഞ്ഞാൽ കേക്ക് അവനിൽ നിന്നെടുത്ത് കൂളിംഗ് റാക്കിൽ പ്ലേസ് ചെയ്യുക. കേക്ക് ഫുള്ളി തണുക്കാൻ 15-20 മിനിറ്റ് പിടിക്കും. കൂൾ ആയതിനു ശേഷം കേക്ക് സ്ലൈസ് ചെയ്യാവുന്നതാണ്.